വടി കൊണ്ട് പട്ടിയുടെ വാല് 10,000 തവണ കെട്ടിയാലും നേരെ ആവാൻ പോണില്ല അല്ലേ കോണി? എപ്പിസോഡ് 3 സ്വാഗതം. എന്നെ ഒന്ന് വിടണ സാമദ്രോഹി. പട്ടിയുടെ വാല് പോലല്ല മനുഷ്യന്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഹാബിറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ ഡിസംബറിന് മുമ്പ് ഒരു അടിപൊളി ലൈഫ് സ്റ്റൈൽ ആക്കി എടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ കൺസിസ്റ്റൻസി വരാന്നുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞുതരാൻ പോകുന്നത്. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്കിൽ 4 കാര്യങ്ങൾ. ആ ബുക്ക് ഇവിടെ എവിടെയോ. ഒന്ന്, നമ്മൾ ആ ചെയ്യാൻ പോകുന്ന കാര്യം പ്രകടമാക്കുക. നാളെ രാവിലെ ഞാൻ പുറത്തു പോയി വ്യായാമം ചെയ്യും എന്ന് പറയുന്നതിലുപരി നാളെ നമ്മൾ 7 മണിക്ക് ഉറക്കം എണീറ്റ് ലിവിംഗ് റൂമിൽ വന്ന് 10 മിനിറ്റ് വ്യായാമം ചെയ്യുമെന്ന് മനസ്സിൽ ആലോചിച്ച് ലേറ്റായിട്ട് എണീച്ചാലും ശരി 10 മിനിറ്റ് നിങ്ങൾ ഹോളിൽ വന്ന് വ്യായാമം ചെയ്യാൻ ശ്രമിക്കും. രണ്ടാമത്തത് നമ്മൾ ആകർഷകമാക്കി എടുക്കുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ത്രെഡ്മില്ലിൽ നടക്കാൻ പോകണം. നിങ്ങൾക്ക് ഉള്ള ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു എപ്പിസോഡ് നിങ്ങൾ ത്രെഡ്മില്ലിൽ കാണുക. നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന് നോക്കി നിങ്ങൾ ആ ത്രെഡ്മില്ലിൽ നടക്കാൻ വേണ്ടിയിട്ട് സീരീസ് കാണും. മൂന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എങ്ങനെ എളുപ്പമാക്കുക എന്നുള്ളതാണ്. എളുപ്പമാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള എല്ലാ വീഡിയോസും ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ സംസാരിക്കാം. നാലാമത്തെ അവസാനത്തെ കാര്യം, ഇതെങ്ങനെ സംതൃപ്തികരമാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അതിന് റിവാർഡിങ് മെന്റാലിറ്റി ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തുടങ്ങിയ ഞാൻ ഇപ്പൊ എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഞാൻ ടീഷർട്ട്സ് ഇടുമ്പോഴാണ്. 2 വർഷം മുമ്പ് വാങ്ങിച്ചൊരു ടീഷർട്ടാണ് ഇത്. എനിക്ക് ഇപ്പൊ ഇടാൻ പറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് ചെറിയതായിട്ട് പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇപ്പൊ എന്റെ ലൈഫിൽ കുറെ കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ ദോസ് വീഡിയോസ്.